ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ജയപാലനാണെങ്കിൽ ഗംഗയെ പെണ്ണ് കാണാനുള്ള കൂട്ടരുമായിട്ട് സ്നേഹതീരത്തേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ സ്നേഹതീരത്തെത്തി കാറിൽ നിന്ന് ഇറങ്ങുന്ന ജയപാലനാണെങ്കിൽ ചെക്കനോടും ചെക്കൻ്റെ കൂട്ടരോടും അരവിന്ദനെ കുറിച്ചും അതുപോലെ തന്നെ ശാരദയെക്കുറിച്ചൊക്കെ അത്ര നല്ല അഭിപ്രായമല്ല പറയുന്നത്. അരവിന്ദന് ഗൾഫിൽ അത്ര നല്ല ജോലിയൊന്നും അല്ല ഉണ്ടായിരുന്നത്, ചെറിയൊരു ജോലിയായിരുന്നു. എന്നാലും കിട്ടുന്ന കാശ് മൊത്തം അരവിന്ദൻ കൂട്ടി വയ്ക്കാതെ ദൂർത്തടിച്ച് കളയുമായിരുന്നു. പിന്നെ പല വഴികളിലൂടെയും അരവിന്ദൻ കാശ് ഒഴുകി കളഞ്ഞിട്ടുണ്ട്. ശാരദയും മക്കളും ആണെങ്കിൽ ഇതേ സമയത്ത് അരവിന്ദൻ അയച്ചു കൊടുക്കുന്ന കാശ് മുഴുവനും ദൂർത്തടിച്ച് കളയായിരുന്നു. അങ്ങനെയാണ് ഈ കുടുംബത്തിന് കടബാധ്യത വന്നതെന്നും അരവിന്ദൻ അത് കാരണമാണ് മരിച്ചതെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതായത് അരവിന്ദൻ്റെ സ്വഭാവത്തെ നേരെ മാറ്റി പറയുകയാണേ. എന്നിട്ട് ജയപാലനാണെങ്കിൽ ജയപാലനെ പൊക്കി പറയുന്നു കേട്ടോ. അരവിന്ദന് അങ്ങനെ ഒരു കഷ്ടപ്പാട് വന്നപ്പോഴും ജയപാലനാണെങ്കിൽ ജയപാലൻ്റെ കയ്യിൽ കാശ് കൊടുത്താണ് സഹായിച്ചത്, അത്ര നല്ല മനസ്സാണ് ജയപാലൻ എന്നൊക്കെ പൊക്കി പറയാണ് കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ അമ്മ ആണെങ്കിൽ അത് കേട്ടിട്ട് പറയണത്, എൻ്റെ ജയപാല ഇന്നത്തെ കാലത്ത് അത്രയും നല്ല മനസ്സോട് കൂടി ജീവിച്ചാലേ രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ സമയത്ത് ഇവരെ സ്വീകരിക്കാനായിട്ട് ശാരദയാണെങ്കിൽ മുറ്റത്തേട്ട് വരുന്നുണ്ട്. അപ്പോൾ ശാരദയെ കണ്ടപ്പോൾ തന്നെ ചെക്കൻ്റെ അമ്മയാണെങ്കിൽ ഇവരെ കണ്ടാൽ തന്നെ അറിയാലോ ഇവർക്ക് അത്ര പിടിപ്പൊന്നുമില്ല എന്ന് മനസ്സിലാവാമെന്ന് ജയപാലനോട് പറയണം. പക്ഷേ അതേക്കുറിച്ച് ശാരദ ചോദിക്കുമ്പോഴാണെങ്കിൽ അവർ മാറ്റി പറയണം കേട്ടോ. ഞാൻ ശാരദയുടെ ഐശ്വര്യത്തെക്കുറിച്ച് പറയായിരുന്നു. മുറ്റത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ശാരദയുടെ കുടുംബ മഹിമയൊക്കെ. ഇനിയിപ്പോൾ മോളെ കാണേണ്ട ആവശ്യമില്ലല്ലോ, അമ്മയുടെ ഐശ്വര്യം മക്കൾക്ക് ഉണ്ടാവുമല്ലോ, നമുക്ക് മുറ്റത്ത് നിന്ന് തന്നെ വാക്കുറപ്പിച്ച് പോകാമെന്ന് ഞാൻ ജയപാലനോട് പറയായിരുന്നു എന്ന് പറയണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജയപാലനെ പോലെ തന്നെ ഫ്രോഡാണ് ജയപാലൻ കൊണ്ടുവന്ന കൂട്ടർ. അങ്ങനെ ശാരദയാണെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാതെ അവർ അകത്തേക്ക് വിളിക്കുകയാണ്. യമുനയാണെങ്കിൽ ഗംഗയെ ഒരുക്കുകയാണ്. എന്നാൽ കാവേരിയാണെങ്കിൽ ജയപാലൻ കൊണ്ടുവരുന്ന കൂട്ടരെ എന്തായാലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയണം കേട്ടോ. ഈ സമയത്ത് നിളയാണെങ്കിൽ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കാവേരിയാണെങ്കിൽ നിളമോളോട് ചോദിക്കുന്നുണ്ട്, എന്താടി നീ ചെക്കനെ കണ്ടോ, ചെക്കൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. അപ്പം നിളമോൾ പറയണേ, ഇല്ല ചേച്ചി ഞാൻ ചെക്കനെ കണ്ടിട്ടില്ല, അവിടെ കുറേ പേര് ഇരിപ്പുണ്ട്, പക്ഷേ ആരാ ചെക്കനെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ കാവേരി പറയണ, ഇവളെ പറഞ്ഞയച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ, യമുന നീ ഒന്ന് ചെന്ന് നോക്കിക്കേ. അങ്ങനെ യമുനയാണെങ്കിൽ ചെക്കൻ ആരാന്ന് നോക്കാനായിട്ട് എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ യമുന അങ്ങോട്ടേക്ക് വരുന്ന കാണുമ്പോൾ ചെക്കൻ്റെ അമ്മയാണെങ്കിൽ ഇതാരാന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ശാരദയാണെങ്കിൽ ഇതെൻ്റെ മൂന്നാമത്തെ മകൾ, അവൾ പഠിക്കുവാണ്, ഡിഗ്രി സെക്കൻഡ് ഇയർ ആണെന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ യമുനയും ആണെങ്കിൽ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഈ ചെക്കൻ ആരാന്നുള്ളത് യമുനയ്ക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെ യമുന ആണെങ്കിൽ മുറ്റത്തൊക്കെ നോക്കുന്നുണ്ട് ചെക്കൻ എങ്ങാനും അവിടെ നിൽപ്പുണ്ടോന്ന്. പക്ഷേ എവിടെയും കാണാതാവുമ്പോൾ യമുന ശാരദയോട് ഒന്നും ചോദിക്കാതെ തിരിച്ച് പോവുകയാണ്. എന്നിട്ട് കാവേരിയോട് ചെന്ന് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ നോക്കിയിട്ടും ചെക്കനെ കണ്ടില്ല, എനിക്ക് തോന്നുന്നത് ചെക്കൻ വന്നിട്ടില്ലെന്നാണ്. അപ്പോൾ കാവേരി ചോദിക്കുകയാണ്, അതിങ്ങനെ ശരിയാവും, പെണ്ണ് കാണാൻ ചടങ്ങല്ലേ. അപ്പോൾ യമുന പറയുന്നുണ്ട്, മുന്നേ വന്ന ആലോചനയിലും ചെക്കൻ വന്നിട്ടില്ലായിരുന്നല്ലോ ചേച്ചി. അങ്ങനെയാണ്. അപ്പോൾ കാവേരി പറയണം, എന്നാൽ പിന്നെ ഞാനും കൂടി ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരാന്നിട്ട് കാവേരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ജയപാലൻ ചെക്കൻ്റെ കൂട്ടുകാരെ കുറിച്ച് ശാരദയോട് വലിയ കാര്യത്തിൽ പറയണം കേട്ടോ. അവർ വലിയ ബിസിനസ്സുകാരാണ്, നല്ല തറവാട്ടുകാരാണ്, അവർക്ക് ഇന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഉടായ്പൊക്കെ പറയാണ്. പെട്ടെന്ന് തന്നെ കാവേരി അങ്ങോട്ട് കാണുമ്പോൾ ജയപാലൻ്റെ മുഖം മാറുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാവേരി ആണെങ്കിൽ ജയപാലനെ കണ്ടിട്ട് തുറിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചെക്കൻ്റെ അമ്മയാണെങ്കിൽ ഇത് എത്രാമത്തെ മകളാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശാരദയാണെങ്കിൽ കാവേരി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ കാവേരി ആണെങ്കിൽ എല്ലാവരെയും നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശാരദയോട് മെല്ലെ ചോദിക്കണം, അമ്മ ചെക്കൻ വന്നിട്ടില്ലേ. അപ്പോൾ ശാരദ പറയണേ, എനിക്കും അറിയത്തില്ല, ഞാൻ അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ ചെക്കൻ്റെ അമ്മയാണെങ്കിൽ ഇത് കണ്ടിട്ട് ചോദിക്കണം, അല്ല നിങ്ങളെന്താ സ്വകാര്യം പറയുന്നത്. അപ്പോൾ ശാരദ പറയണം, അതല്ല മോള് നിങ്ങൾക്ക് കുടിക്കാൻ ചായ വേണോ അതോ ജ്യൂസ് എടുക്കണോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ചെക്കൻ്റെ അമ്മ എന്തായാലും മതി, ഞങ്ങൾക്ക് എന്തായാലും പെണ്ണിനെ കാണണം, പെണ്ണിനെ വിളിക്കുമെന്ന് പഠിക്കാൻ കേട്ടോ. അപ്പോൾ ശാരദയാണെങ്കിൽ കാവേരിയോട് പറയുന്നുണ്ട്, നീ ചെന്ന് ഗംഗയെ വിളിച്ചിട്ട് വന്ന്. അപ്പോഴും കാവേരിയാണെങ്കിൽ ചെക്കൻ ആരാന്ന് ചോദിക്കാമേ, ചെക്കൻ എന്താ വരാത്തതെന്ന് ചോദിക്കുന്നു പറയാം. അപ്പോൾ ശാരദയാണെങ്കിൽ ജയപാലനായിട്ടെന്ന് ഇരിക്കുമ്പോൾ അതൊന്നും ഞാൻ ചോദിക്കുന്നത് ശരിയല്ല, നീ ചെന്ന് ഗംഗയെ വിളിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കാവേരി അകത്തേക്ക് പറഞ്ഞിരിക്കണം കേട്ടോ.